ഓം നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ശ്രീ ശിവകഥാതത്വസാരം, പേജ് 328, 58-ാമത്തെ ഭാഗം. ശിവപാർവതി വിവാഹം കഴിഞ്ഞ സമയത്ത് രതീദേവി അവിടെ വന്ന് കാമദേവൻ്റെ ശരീരം വീണ്ടു കൊടുക്കണേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. അത് ലക്ഷ്മി, ഗൗരി, വാണി എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിക്കുന്നു. കാമദേവൻ ജീവിക്കണം. ഓം അന്യദുഃഖം കാണാൻ വയ്യാത്ത ശങ്കരൻ കാമനെ ജീവിപ്പിച്ചേകണേ സൽസുഖം. കാമനുണ്ടെങ്കിൽ തവ ഭോഗ സൗഖ്യവും പൂർണ്ണമാകും ഗൗരിക്കുണ്ടാം സുതനുടൻ. സർവേശ്വര പരമേശ്വര നൽകിടൂ എൻ പതിയെ ലോകർ തുഷ്ടരായി തീരുവാൻ എന്നു ചൊല്ലി ചിതാഭസ്മമേകീരതി ശംഭൂപതി ദേഹഭസ്മത്തെ കാണുവാൻ. നാഥാ പതേ എന്നു കേഴുന്ന കേൾക്കവേ വാണി ലക്ഷ്മി ചൊല്ലി ദൈന്യമകറ്റുവാൻ. ദീനബന്ധോ ഭക്തവത്സല കാമന് ജീവനേകു രതി സൗഖ്യം ഭുജിച്ചിടാൻ. ദേവിമാർ ചൊല്ലിയ പ്രാർത്ഥന കേൾക്കവേ രുദ്രൻ പ്രസന്നനായി ചെയ്തു കരുണയാൽ നോക്കി ചിതാഭസ്മം ശുദ്ധമായി കാമനും അത്ഭുത രൂപത്തിൽ പ്രത്യക്ഷനായി സുരൻ. നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. ഓം പഞ്ചബാണൻ അഞ്ചു പൂശരമെയ്യുവാൻ നിൽപ്പു കരിമ്പിൻ ധനുസേന്തി സുസ്മിതൻ. സർവരും അത്ഭുതപ്പെട്ടു സുഹൃതരായി ചെയ്തു സ്തുതി രതി കാമനുമൊത്തുടൻ. തുഷ്ടനായി ശിവനോദി വരം തരാം നിന്റെ കാമം നടപ്പാവും രതിപതേ. ഇങ്ങനെ കേട്ടപ്പോൾ കാമൻ കരഞ്ഞുപോയി വാഴ്ത്തി ഹരനെ സദാ പ്രീതനാകുവാൻ. ഞാൻ ചെയ്ത തെറ്റു ക്ഷമിക്കേണമേ പ്രഭോ, സർവരിലും സ്നേഹപ്രേമം വളർത്തണേ. അങ്ങയിൽ നിർമ്മല ഭക്തി തരേണമേ, സാത്വിക പുത്രർ ജനിക്കണേ കാമദ. ഇങ്ങനെ കേട്ടു ശിവൻ നൽകി കാമന് വിഷ്ണുവിൻ പ്രീതി ലഭിക്കാൻ അനുഗ്രഹം. ശ്രീകൃഷ്ണ രുക്മിണി പുത്രനായി തീരുവാൻ പാർവതി ദേവിയും ചെയ്തു അനുഗ്രഹം. ദേവകളൊക്കെയും കാമനേകി വരം, പിന്നീട് സർവർക്കും നൽകി മൃഷ്ടാന്നവും. രുദ്രനുണ്ടു ഗൗരിയെയുമൂട്ടി ശിവൻ നൽകി മധുരങ്ങൾ പായസം തൊട്ടവ. ലോകമര്യാദയെ പാലിച്ചു ശങ്കരൻ ഗൗരിയൊത്തു വരഗേഹമണയുവാൻ. യാത്രയ്ക്കൊരുങ്ങവേ ഘോഷിച്ചു സർവരും വേദമന്ത്രം ദ്വിജർ നൃത്തവാദ്യം ലയം. വന്ദിച്ചു വിപ്രരെ നൽകി അനുഗ്രഹം. വിഷ്ണു വിധിയെ സുരരെ നോക്കി ഹരൻ വന്ദിച്ചു യാത്രയായി കാളമേൽ ശങ്കരൻ. ഒപ്പം നടന്നു സുരർ ബന്ധു പാർഷദർ. കൈലാസമെത്തി സകലരും മോദമായി വന്നവർക്കൊക്കെയും നൽകി സമ്മാനവും. യാത്രയാക്കി ഹരൻ പാർവതിയൊത്തുടൻ മാനിതരെത്തി സ്വഗേഹം സകലരും ചൊല്ലി വിധി മുനി